ഇന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. നമ്മുടെ ഷോപ്പിൽ സ്വർണം കസ്റ്റമറുടെ പോകാറുള്ളത് പതിവാണ്. പക്ഷെ അത് എടുത്തു കൊടുക്കുക എന്നുള്ളത് അതിനേക്കാളും വലിയൊരു മനസ്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഇടയ്ക്ക് പോയ ഒരു കസ്റ്റമർ, ചേച്ചി എവിടെ വീട്? വടക്കേക്കാട്. നമ്മുടെ ഷോപ്പിങ്ങിനിടയ്ക്കാണ് സ്വർണം നഷ്ടപ്പെട്ടത്. പക്ഷെ അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടാണ് അല്ലേ? അല്ല, അന്ന് തന്നെ കിട്ടി. പിറ്റേ ദിവസം കിട്ടി. നമ്മുടെ രേഷ്മ എന്നാണ് നമ്മുടെ സ്റ്റാഫിൻ്റെ പേര്, കുടുംബം. ഉടനെ എൻ്റെ ക്ലാസ്മേറ്റും കൂടിയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് കയ്യിൽ കിട്ടി ഉടനെ നമ്മളെ ഏൽപ്പിച്ചു. ഉടനെ തന്നെ അവരോടും അറിയിച്ചു. ചേച്ചി സന്തോഷമാണോ കിട്ടിയപ്പോൾ? സന്തോഷമാണ്. അതായത് ഇന്നത്തെ കാലത്തിൽ, ഈ കാലയളവിൽ ഈ സ്വർണ്ണം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ അത്രയും പെട്ടെന്ന് വിചാരിച്ച് നടക്കുന്ന കാര്യമല്ല. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എടുത്ത് കൊടുക്കുക എന്നുള്ളതാണ് ആ ഒരു മനസ്സിന് വലിയൊരു കൈയിടേന് നമ്മൾ കൊടുക്കണം. അപ്പോൾ അതിനൊരു സ്നേഹ ആദരവാണ് കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും ആ സ്വർണം നമ്മൾ കസ്റ്റമർക്ക് കൈമാറുന്നുണ്ട്. ചേച്ചി കഴിച്ചതിനാണോ? കഴിച്ചതിനാണ്. അപ്പോൾ ഇതാ ചേച്ചി രേഷ്മ, ഇതാ കൊടുത്തോളൂ. എന്തായാലും സന്തോഷം. ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ട് അല്ലേ? അത് രേഷ്മയ്ക്ക് അർഹതപ്പെട്ടതാണ്, വാങ്ങിച്ചോളൂ. കൂടാണ്ട് ഞങ്ങളൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. രേഷ്മ ഇതാ എടുത്തു തരണം. ഒന്നിൽ തീരില്ല. നിങ്ങൾ ചെയ്തത് ചെറിയ കാര്യമല്ല അല്ലേ? 2, 3 ഇതാ ഒരു ക്യാഷ് പ്രൈസും കൂടി കൊടുത്തോട്ടെ. ഇതാ രേഷ്മ, ഇതുപോലെ നമ്മുടെ സ്റ്റാഫുകളും നമ്മുടെ കുടുംബം എന്നാണ് ഞാൻ പറയാറ്. അത് എല്ലാവരിലും ഇപ്പോൾ പറയാൻ പറ്റുന്ന വരില്ല. എല്ലാവർക്കും വലിയൊരു നന്ദിയാണ് ഞാൻ പറയണത് കേട്ടോ. കാരണം ഇതുപോലത്തെ വലിയൊരു കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ഇതിനു മുന്നേ ക്ലീനിങ് സ്റ്റാഫിനെ 2 വട്ടം കിട്ടിയിട്ടുണ്ട്. അവരെടുത്ത് കസ്റ്റമർക്ക് ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചേച്ചി, നിങ്ങൾ ഇന്ന് വന്നതിലും സന്തോഷം വാങ്ങാനായിട്ട് കേട്ടോ. രേഷ്മ ഓക്കെ അല്ലേ? അതെന്തായാലും താങ്ക് യു ചേച്ചി കേട്ടോ, സന്തോഷം.